നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറലിസ്റ്റ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ലവേഴ്സ് ആയിക്കോട്ടെ, ഇഷ്ടമായിട്ടുള്ള അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ടിരുന്നിട്ട് റീഡിംഗ് കാണാം കേട്ടോ. ദ മൂൺ കാർഡാണ്. ദ ഹാങ്ഡ് മാൻ, കിങ് ഓഫ് വാൻഡ്സ്, സെവൻ ഓഫ് വാൻഡ്സ്, ത്രീ ഓഫ് വാൻഡ്സ്, ക്യൂൻ ഓഫ് പെന്റിക്കിൾസ്, Knight of Wands, the Hermit, Three of Swords, the Fool. Reminiscing, value, damage, unworthy, mend, soul tie. ഇവിടെ കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ കിങ് ഓഫ് വാൻഡ്സ് എനർജിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചൂസ് ചെയ്തു എന്നാണ് കാണിക്കുന്നത്. ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് എനർജിയിലാണ് അവർ നിൽക്കുന്നത്. ചിലപ്പോൾ ഇവരുടെ പാരൻസ് ആയിരിക്കാം കേട്ടോ തേർഡ് പാർട്ടി ആയിട്ട് വരുന്നത്. നിങ്ങളുടെ റിലേഷൻ ഇടയ്ക്ക് ഇവരുടെ ഫാമിലി അല്ലെങ്കിൽ ഇവരുടെ പാരൻസ് ആയിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. അല്ലെങ്കിൽ അവർ നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ വേണ്ട എന്നുള്ള രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് ഇവരുടെ ഫാമിലി ആയിരിക്കാം, പാരൻസ് ആയിരിക്കാം ചിലപ്പോൾ. അപ്പോൾ അവർ നിങ്ങളുടെ റിലീജിയൻ വേറെ ആയതുകൊണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഓക്കെ അല്ലാത്തത് കൊണ്ട് ഒക്കെ നിങ്ങളെ വേണ്ട, ഈ റിലേഷൻ വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളെ പേഴ്സൺ ആണെങ്കിൽ സ്വന്തമായിട്ട് ഈ റിലേഷനിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഉറച്ച തീരുമാനം എടുക്കാതെ അവർ പാരൻസ് ഇങ്ങനെ പറയുന്നു അല്ലെങ്കിൽ ഫാമിലിയുടെ ഇഷ്യൂസ് ഉണ്ട് എന്നുള്ള രീതിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഇവിടെ ക്യൂൻ ഓഫ് പെന്റിക്കിൾസ് എനർജി ഒരു മറ്റൊരു റിലേഷൻ അവർക്കുണ്ടായിരിക്കാം. ഒന്നുകിൽ ഇവർ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻഗേജ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ മറ്റൊരു പേഴ്സൺ ഉണ്ട് എന്നുള്ള രീതിയിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങളുടെ പേഴ്സണ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം, അതായത് അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറുതായിട്ടൊക്കെ അറിയാം. നിങ്ങൾക്ക് സംശയമുണ്ട് അവരുടെ ലൈഫിൽ മറ്റൊരു പേഴ്സൺ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളാണെങ്കിൽ അത് ചോദിക്കുകയോ അല്ലെങ്കിൽ അതേക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ അത് അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അവരത് സമ്മതിക്കാതെ ഒരു
ഈ ഒരു ദേഷ്യത്തിൽ, അല്ലെങ്കിൽ അവർ പറയുന്നതാണോ ഓക്കെ, അല്ലെങ്കിൽ അവർ ഇല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിച്ചോളണം എന്നുള്ള രീതിയിൽ അവർ നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു സ്ട്രോങ് ആയിട്ട് ഇല്ല എന്ന് തറപ്പിച്ച് പറയും. നിങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ നിൽക്കുന്നതായിട്ട് കാണുന്നത്. അങ്ങനെ ആ കാര്യങ്ങൾ, അതായത് അവരുടെ ലൈഫിൽ മറ്റൊരു പേഴ്സൺ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു അവർക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ അത്രയും ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ കൊണ്ടുപോയിട്ടുണ്ട്, നിങ്ങൾ അത്രയും വിഷമിച്ചിട്ടുണ്ട്, നിങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് കരയുകയും വിഷമിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാണിക്കുന്നത്. അപ്പോൾ അത്രയും പെയിൻഫുൾ ആയിട്ട്, നിങ്ങളെ ഹൃദയം കീറി മുറിക്കുന്ന രീതിയിൽ പെയിൻഫുൾ ആയിട്ടാണ് നിങ്ങൾ ഈ റിലേഷനിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങൾ അറിയുമ്പോൾ അവരത് സമ്മതിക്കുന്നില്ല, അവർ ഇഷ്യൂസ് ഉണ്ടാക്കുന്നു, അവർ പറയുന്നത് ഓക്കെ ആണെന്നുള്ള രീതിയിൽ നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇഷ്യൂ ആണ് നിങ്ങളുടെ റിലേഷനെ ഡാമേജ് ആക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ലൈഫിലൊരു തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ ഡൗട്ട്ഫുൾ ആയിട്ട് ചോദിക്കുമ്പോൾ അത് അവർ സമ്മതിക്കാതെ അവർ നിങ്ങളോട് എതിർത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ അവരൊരിക്കലും അവരുടെ മിസ്റ്റേക്ക് അവർ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു ഡാമേജ് ആയിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ റിലേഷൻ ഓരോ ദിവസം പോകെ ഇത് ഒരുപാട് ഇങ്ങനെ എൻഡ് ആയുന്ന രീതിയിൽ ഒരു എൻഡിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അത്രയും മനസ്സിനകത്ത് പെയിൻഫുൾ ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. അവർ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങളോട് കണക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് എന്തൊക്കെ ഉണ്ടെങ്കിലും അവർ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ട് അതിനകത്ത് നിന്നിട്ടാണ് നിങ്ങളോട് കണക്റ്റഡ് ആവുന്നത്. നിങ്ങളോട് ഒരു ഫ്രീ ആയിട്ട്, പഴയ പോലെ ഒരു ഫ്രീ മൈൻഡഡ് ആയിട്ട് സംസാരിക്കുന്നില്ല. പല കാര്യങ്ങളും അവർ ഒളിച്ചു വെക്കുന്നു, അവരുടെ മനസ്സിനകത്തുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ ഒളിച്ചു വെക്കുന്നു. നിങ്ങളോട് നിങ്ങൾക്ക് ആ ഒരു ബോണ്ടിങ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, പക്ഷെ അത് അവർ സമ്മതിക്കുന്നുമില്ല. എന്നാൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷനിൽ അവർ ഞാൻ അങ്ങനെ ഒരു പേഴ്സൺ അല്ല, എനിക്ക് അങ്ങനെ ഒരു കണക്ഷൻ ഇല്ല എന്ന് പറയുകയും നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ഇങ്ങനെ നിൽക്കുകയും ചെയ്യുവാണ്. എന്നാൽ അവിടെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് അവർ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്ന് ഷെയർ ചെയ്യോ ഒന്നും ചെയ്യാതെ നിങ്ങൾക്ക് ആ ഒരു പഴയ ബോണ്ടിങ്ങും കണക്ഷനും ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ആ രീതിയിലാണ് ഈ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ അൺവർത്തിയാണ്, നിങ്ങളൊരു വർത്തില്ലാത്തൊരു പേഴ്സണാണ്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊന്നും അല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്കൊരു വാല്യൂ ഈ പേഴ്സൺ തരാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റില്ല, എന്നെ ആർക്കും വേണ്ട എന്നുള്ളൊക്കെ ഒരു ചിന്തയാണ് നിങ്ങൾക്ക്. നിങ്ങൾ അത്രയും പെയിൻഫുൾ ആയിട്ടാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ത്രീ ഓഫ് വാൺസ് എനർജിയാണ്. ത്രീ ഓഫ് വാൺസ് എനർജി ഇവിടെ കാണിക്കുന്നത്. അതുപോലെ നൈറ്റ് ഓഫ് വാൺസും കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി മാറുന്നില്ല എന്നുള്ളൊരു തോന്നൽ കൊണ്ട് തന്നെ നിങ്ങൾ ഈ റിലേഷനിൽ നിന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇനി മടുത്തു ഈ റിലേഷൻ, എനിക്കിവിടെ നിന്നും പുറത്തു പോകണം എന്നുള്ള രീതിയിൽ നിങ്ങൾ മാറി നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ ആ രീതിയിലാണ് നിങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മൂൺ കാർഡ് വന്നിട്ടുണ്ട്. മൂൺ കാർഡ് നിങ്ങളുടെ മനസ്സിനകത്തുള്ള അത്രയും ഇമോഷണലായി നിങ്ങൾ തകർന്ന നിങ്ങളുടെ വിഷമങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങൾ പെയിൻഫുൾ ആയിട്ടാണ് ഈ റിലേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണ് ഒരു ദ ഹെർമിറ്റ് കാർഡാണ്, ഒരു തിരിച്ചറിവ് വരുന്നതായിട്ടാണ്. അതായത് നിങ്ങളെ വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളെ പെയിൻഫുൾ ആക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഈ ഒരു സിറ്റുവേഷൻ മാറണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാധാന്യം തരണം, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു തോട്ട് നിങ്ങളുടെ പേഴ്സണ് വരുന്നതായിട്ടാണ്. അത് ഇവർ ലൈഫിൽ നിങ്ങൾ അകന്നു പോവുകയും നിങ്ങൾ ഈ റിലേഷൻ മടുത്ത രീതിയിൽ മാറി നിൽക്കുകയും ചെയ്യുമ്പോഴാണ് അവരത് റിയലൈസ് ചെയ്യുന്നത്. മനസ്സിലായോ? അവരെ മനസ്സിൽ ഒരു യൂണിവേഴ്സായിട്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇവർ ഒറ്റപ്പെട്ട് പീസ്ഫുൾ ആയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ് ഇവർക്ക് അങ്ങനെ തോന്നുന്നത്, ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്ത് ഇവരെ ഒരുപാട് വിഷമിപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ശരിയല്ല, അതിൻ്റെ ഒരു കർമ്മ ഞാൻ അനുഭവിക്കേണ്ടി വരും എന്നുള്ള റിയലൈസേഷൻ നിങ്ങളുടെ പേഴ്സണ് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് അതിനായിട്ടുള്ള സാഹചര്യങ്ങൾ അവരുടെ ലൈഫിൽ കൊണ്ടുവരും എന്നാണ് കാണിക്കുന്നത്. അങ്ങനെയൊരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇവിടെ ദ ഫുൾ കാർഡ് കാണുന്നത്. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും, ഇനിയിപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിലും അതിനെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ മറികടന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യൂ അവർ തിരിച്ചറിയും, എത്രമാത്രം വാല്യുബിൾ ആയിരുന്നു നിങ്ങൾ എന്നുള്ളത് റിയലൈസ് ചെയ്യും നിങ്ങളുടെ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഒരു
കണക്ഷൻ ഫിക്സ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, മെൻ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷൻ അവർ ഫിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ തമ്മിൽ കൂടുതൽ സ്ട്രെങ്തൻ ആക്കണം നിങ്ങളുടെ റിലേഷൻ എന്ന് അവർ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. സോൾ ടൈ എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരു സോൾ കണക്ഷൻ ഉണ്ട്. ആ സോൾ കണക്ഷനാണ് സത്യം പറഞ്ഞാൽ യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളുടെ റിലേഷൻ ഒന്നിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പേഴ്സണ് അവരുടെ തെറ്റും റിയലൈസ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഈ റിലേഷൻ ആ ഒരു ടൈമിൽ വെച്ച് ഇത് എൻഡായി പോവല്ല. അത് ഒരു എൻഡായി എന്ന് നമ്മൾ തോന്നുന്നിടത്ത് നിന്നും വീണ്ടും റീസ്റ്റാർട്ട് ആവുന്ന ഒരു റിലേഷനാണിത്. ഓക്കെ, അപ്പോൾ ആ ഒരു സോൾ കണക്ഷൻ്റെ ആണ് അത് നിങ്ങൾ ഈ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നതും അങ്ങനെ നിങ്ങൾ തമ്മിൽ ഒരു വീണ്ടും നിങ്ങളുടെ പേഴ്സണ് നിങ്ങളായിരുന്നു ശരി, അല്ലെങ്കിൽ നിങ്ങളോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്ക് വന്നു എന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞ് അവരായിട്ട് തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നൊരു എനർജിയിലോട്ട് മാറുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ അവർ നിങ്ങളെക്കുറിച്ച്, അതായത് നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള സംസാരങ്ങൾ, ജോക്സ്, തമാശകൾ എല്ലാം അവർ വീണ്ടും വീണ്ടും ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവരതേക്കുറിച്ച് ഓർക്കുന്നു. നിങ്ങളെ വിഷമിപ്പിച്ചതിനെ കുറിച്ച് അവർ റിഗ്രറ്റ് ചെയ്യുന്നു. അവർ ഈ റിലേഷൻ മുന്നോട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നു. ആ രീതിയിലോട്ട് അവർ അതുവരെ നിങ്ങളോട് എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ അതിലൊന്നും ഒരു പശ്ചാത്താപം ഇല്ലാതെ, അല്ലെങ്കിൽ അവരുടെ ഭാഗം ന്യായീകരിച്ച് നിന്നുകൊണ്ടിരുന്ന പേഴ്സൺ അവരായിട്ട് തന്നെ മാറി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഓക്കെ, ഏഞ്ചൽസിൻ്റെ മെസ്സേജ് നോക്കാം നമുക്ക്. ഇഫ് യു ബിലീവ് എന്നാണ്. നിങ്ങൾ ഈ റിലേഷനിൽ എത്രമാത്രം വിശ്വാസം അർപ്പിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം നിങ്ങൾ ഇതിൽ ഇൻവോൾവഡ് ആണ്, എത്രമാത്രം ആത്മാർത്ഥതയോട് കൂടിയാണ് ഈ റിലേഷനെ കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന ഒരു എനർജി വരുന്നത്. ഓക്കെ, സക്സസ് എന്നാണ്. നിങ്ങളുടെ റിലേഷൻ സക്സസ്സിലോട്ടാണ് പോകുന്നത് എന്നുള്ളതാണ്. ഈ റിലേഷനിൽ ഒരു റീയൂണിയൻ ഉണ്ടാവും, സക്സസ് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത്. വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യുക, നിങ്ങളുടെ പേഴ്സണിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അവർക്ക് വേണ്ടി നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ ഓർമ്മകളിലും ചിന്തകളിലും ഇങ്ങനെ പെയിൻഫുൾ ആയിട്ട് വെയിറ്റ് ചെയ്യല്ല വേണ്ടത്. നിങ്ങൾ ഫ്രീ ആയിട്ട് ഒരു ലെറ്റ് ഗോ മൈൻഡിൽ വേണം നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. കോംപ്രമൈസ് എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു കോംപ്രമൈസ് ടോക്കുമായിട്ട് നിങ്ങളിലേക്ക് വരും. അവർ ഈ റിലേഷൻ ഒന്ന് കോംപ്രമൈസ് ചെയ്യാം, നമുക്ക് ഇങ്ങനെ പോയാൽ ശരിയാവില്ല, എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല എന്നുള്ള രീതിയിൽ അവരുടെ ഭാഗത്തു നിന്ന് ഒരു കോംപ്രമൈസ് ടോക്കൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. കാർത്തിക 1993, തിരുവാതിര മെയ്, ജൂലൈ, മകീര്യം, ഉത്രട്ടാതി, ലെറ്റർ യു, ലെറ്റർ ആർ, ലെറ്റർ വി, രേവതി 1991, പൂരാടം, ലെറ്റർ ഒ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.